ഇവിടെ ഞാൻ കണ്ടതിൽ വെച്ചിട്ടൊരു വിയേർഡ് കോമ്പിനേഷൻ ഉണ്ട്. പണ്ടുള്ള ഉമ്മാമയും ഉപ്പാപ്പമാരെല്ലാം ഇതായിരിക്കും കൊടുത്താൽ നിർത്തി പൊരിച്ചത്. വാഷ്റൂമിൻ്റെ അടുത്ത് മെയിൽ ഫീമെയിൽ എഴുതിയിട്ടുണ്ട്. അവിടെ ഓന് ഓള്. ഇതുവരെ കഴിച്ച റെസ്റ്റോറൻറ്റിൽ വെച്ച് എനിക്ക് ഇവിടുത്തെ നൂൽ പൊറോട്ടക്ക് 10 out of 10. നമ്മുടെ സ്പെഷ്യൽ സാധനം ഇത് ഇവിടെ എത്തിയിരിക്കുന്നത്. ഹായ് ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എൻ്റെ കൂടെ ഇന്ന് ഒരാളും കൂടി ഉണ്ട്. ഇതാരാണ്? ഈ മുഖം പലർക്കും പരിചയം ഉണ്ടാവും. ഞങ്ങൾ ഇന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി പുറത്ത് വന്നിട്ടാണുള്ളത്. ഞങ്ങൾ രണ്ടുപേരല്ല, നമ്മളെ ഹസ്ബൻഡും കൂടെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് എങ്ങോട്ടേക്കാണ് പോകുന്നത് രേഷ്മ? ആദാമിൻ്റെ ചായക്കടയിലേക്കാണ് പോകുന്നത്. നല്ല സെറ്റ് സ്ഥലമാണ്, നല്ല വൈബുള്ള ഹോട്ടലാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിൽ കാണാം കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ ആദാമിൻ്റെ ചായക്കട. നല്ല വൈബുള്ള ഹോട്ടലാണ്. പക്ഷെ ഞാനിവിടെ ഫസ്റ്റ് ടൈമാണ്. മാളു ഇവിടെ എത്ര പ്രാവശ്യം വന്നു? ഇവിടെ സെക്കൻഡ് ടൈം. ഇവിടെ എന്തോ വലിയ ആവി പറക്കുന്ന ഐറ്റം ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞതാണ്. പ്രസന്റേഷൻ സൂപ്പറാണ്. സസ്പെൻസ് ഒക്കെ ഇരിക്കാൻ ഐറ്റം ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ അന്ന് വന്നപ്പോൾ കിട്ടിയായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞു. എന്താ ഐറ്റം എന്ന് ഇപ്പം പറയണോ? വേണ്ട, നമുക്ക് ആ സാധനം എത്തിയിട്ട് അത് ഇപ്പം ഇല്ലെങ്കിൽ അത് സ്റ്റോപ്പായി പോകത്തില്ല. ഇന്നത്തെ സ്പെഷ്യൽ മെനു ആണിത്. ബീഫ് റിപ്പ്. ബീഫ് കഴിക്കത്തില്ല മാളു, അതുകൊണ്ട് ബീഫ് ഒഴിവാക്കി. ബീഫ് വേണ്ട. ബാക്കി നമുക്ക് കോഴി വെച്ച എന്ത് ഐറ്റംസും നോക്കാമല്ലോ. നല്ല എസ്തെറ്റിക് ആയിട്ടുള്ള സംഭവങ്ങളുണ്ടോ? പഴയൊരു എന്താ പറയുക, നല്ല വൈബ്. അത് എടുത്തോ, ഇത് കണ്ടോ? ഇവരിത് മെനു ഒക്കെ ഇങ്ങനെ ടി വിയിൽ കാണിക്കുന്നുണ്ട്. മാളു കയറിയിരുന്നോ? ഓ വേണ്ട, ഞങ്ങൾ അന്ന് വന്നപ്പോൾ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഫോട്ടോ എടുത്തിനോ? അതിനകത്ത് കയറി ഇരുന്നിട്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഓ, കോഴിക്കോട് നിന്ന് ദുബായിലേക്കാ. നമ്മളെ രണ്ട് നാട്ടിലേക്കും പോകത്തില്ല എന്ന് പറഞ്ഞു. ഓട്ടോ അങ്ങോട്ടേക്ക് പോവില്ലെന്നു. ഇല്ല, ഇത് കോഴിക്കോട് നിന്ന് ദുബായിലേക്ക്. ട്രിവാൻഡ്രത്തേക്കും വരില്ല, എൻ്റെ കണ്ണൂരേക്കും വരില്ല. ഇതിന്റെ വ്യൂ കാണാൻ നല്ല അടിപൊളി അല്ലേ? ഇനി ഉള്ളിൽ കയറിച്ച് ഉള്ളിൽ എന്തൊക്കെയുണ്ടെന്നോ. ഒരു വിൻറ്റേജ് ലുക്കുള്ള ഒരു ഹോട്ടല്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇവിടെ വരുന്നത്. ഞങ്ങൾ ഇന്നേ വരുമ്പം ബസ്സിൽ കണ്ടിട്ടുണ്ടായിരുന്നു. പേര് പോലെ തന്നെ ചായക്കട അടിക്കുന്ന സ്ഥലം ഇതാ. പണ്ടത്തെ ഫോണ് തുറക്കാൻ പറ്റുമോ? കൂട്ടിയിട്ടിട്ടുണ്ടോ? തുറക്കാൻ വേണ്ടിയിട്ട് ഇവരായിട്ട് നാടൻ സ്റ്റൈല് മുട്ടായി. ഇതെന്താ പേട അല്ലേ? പേട അല്ല, ഇത് ഇഞ്ചി മിഠായി. ഇഞ്ചി മിഠായി. ഇത് പുളിമിഠായി. ഇത് നാരങ്ങ മുട്ടായി. അതെനിക്കറിയില്ല. അത് സിഗരറ്റ് മുട്ടായി. ഇതെനിക്കറിയാം. തേൻ മിഠായി. ഇത് വലിയ ടേസ്റ്റ് ഒന്നുമില്ല, പക്ഷെ നമുക്ക് ആ ഒരു ചൈൽഡ്ഹുഡിൽ നമ്മൾ ഈ മുട്ടായി കാണുമ്പോൾ ഒന്ന് കഴിക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവില്ല. അത് വലിക്കാനൊന്നും പറ്റില്ല. ഇത് കഴിച്ച് മുറിച്ചിട്ട് കഴിക്കുക. ഉള്ളിലൊരു സ്റ്റിക്ക് പോലത്തെ ഒരു സാധനം ഉണ്ടാവും, പക്ഷെ ഫ്ലേവർ ഒന്നുമില്ല. ഇത് നമ്മളെ സ്വന്തം തേൻ മിഠായി. ഇതൊരു സാധനം ഇവിടെ ഞാൻ കണ്ടതിൽ വെച്ചിട്ടൊരു വിയേർഡ് കോമ്പിനേഷൻ ഉണ്ട്. ഐസ്ക്രീം ചിക്കന്. ഇതിൽ ചീസ്, മയോണീസ്, ചിക്കൻ. എനിക്ക് തോന്നുന്നു ഈ കോണിലാണ് ഈ സംഭവമെല്ലാം ഉള്ളത്. ചിക്കൻ, മയോ, ചീസ്. പിന്നെ നമ്മുടെ താഴത്തെ പൊരി. നിങ്ങൾ അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന പൊരിയല്ലേ ഇത്? ആ പൊരി ഞാൻ ചട്പട്ടി ഉണ്ടാക്കാൻ വേണ്ടി വാങ്ങിയത് ഇവിടുന്ന്. ഇവിടുത്തെ മെനു സെറ്റാണ് കേട്ടോ. കണ്ടോ, ദുനിയാവിലെ ചിക്കൻ പ്ലേറ്റർ. ഒരു വെറൈറ്റി മെനു ബോക്സ് ആണിത്. പിന്നെ വേറൊരു സാധനമുണ്ട്. എന്താ, മിസ്റ്റർ ആൻഡ് മിസ്സിസ് പച്ചക്കറി പൊരിച്ചത്. തീപ്പൊരി കോഴി. അടുത്ത സാധനം. എനിക്ക് ഈ മെനു കാർഡ് കാണുമ്പോൾ ഫുഡങ്ങാടിയിലെ മെനു കാർഡ് പോലെ തോന്നുന്നു. സെയിം ഇറച്ചിച്ചോറല്ലേ? ഈ സെയിം തന്നെ, ഇങ്ങനെ തന്നെ. അതും ഇതുപോലെ ഒരു വൈബ് തന്നെയാണ് അവിടെ. ചക്ക, മാങ്ങ, തേങ്ങ കാണുന്നില്ലല്ലോ. പിന്നെ ഞാനിവിടെ നോട്ടീസ് ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഫുള്ള് കോഴിക്കോടൻ സ്ലാങ്. വാഷ്റൂമിൻ്റെ അടുത്ത് മെയിൽ ഫീമെയിൽ എഴുതിയിട്ടുണ്ട്. അവിടെ ഓന് ഓള്. അവിടെ ഓന് ഓള്. പിന്നെ പുറത്തുണ്ട് നമ്മുടെ ഓട്ടോറിക്ഷൻ്റെ ഒരു വ്യൂ. അവിടെ കോഴിക്കോട് ടു ദുബായ്. ബാക്കിയുള്ള നാട്ടുകാരെ അടുപ്പിക്കില്ല അതൊന്നും. അങ്ങനെ ഒരു സംഭവമുണ്ട്. പിന്നെ ഇവിടുത്തെ കംപ്ലീറ്റ് വിൻറ്റേജ് ലുക്ക്.
അതൊന്ന് വേറെ വൈബ് തന്നെയാണ്. അത് സൂപ്പറാണ്. ആ ലഞ്ച് ബോക്സ് ഒക്കെ കണ്ട പണ്ടുള്ള ഉമ്മാമയും ഉപ്പാപ്പമാരെല്ലാം ഇതായിരിക്കും കൊടുത്തയച്ചിട്ടുണ്ടാവാൻ കുട്ടികൾക്ക് സ്കൂളിൽ പോകുമ്പോൾ. പണ്ടത്തെ മുക്ക്. ആ ചായൻ്റെ പാത്രമൊക്കെ കണ്ടോ, നമ്മൾ ഇപ്പം യൂസ് ചെയ്യുന്ന ജഗ് അത് പണ്ട് അങ്ങനെയായിരുന്നു. എനിക്ക് ആ ലഞ്ച് ബോക്സ് ഇഷ്ടമായത്. ഒരു നല്ലൊരു ഇതില്ലേ, അല്ല വേറെ വൈബാണ്. അതുപോലെ ഫാന്, ആ ഫാന് വിൻറ്റേജ് ലുക്ക് ആക്കാൻ എടുത്ത് നോക്കി. നല്ലോണം കഷ്ടപ്പെട്ടിന്. പുരാവസ്തുവിന്റെ സാധനം എടുത്തിട്ട് പുതിയതൊക്കെ നോക്കും. ഇതിൽ വരുമ്പോൾ നോക്കുമ്പോൾ എല്ലാം പുതിയതായിട്ട് പിരിക്കും. ഇവിടെ നമുക്ക് ഇത് ഒരു 10-20 വർഷം മുമ്പ്, 50 വർഷം മുമ്പുള്ള സാധനം വേണ്ടേ. അതിനിപ്പോ നമ്മളെന്താ ചെയ്യണ്ടേ, അത്രയും നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെയല്ല വേണ്ട എന്നും പറഞ്ഞു. ആ ബാക്കിലുണ്ട് ഒരു സാധനം, അങ്ങോട്ടേക്ക് നോക്കി. എന്താ പറയുന്നത്, സമോവർ. സമോവർ ചായ ഇതിൽ തന്നെ അടിക്കാം. പണ്ടത്തെ മറ്റേ നമ്മുടെ കുഞ്ഞു ചായക്കടയിലുള്ളതല്ലേ. ഇപ്പൊ ഇവിടെ അങ്ങനെ ഇല്ലല്ലോ. പിന്നെ ചെറിയ റെസ്റ്റോറൻറ്റ്, ചില റെസ്റ്റോറൻറ്റിൽ വൈബാക്കാൻ വേണ്ടിട്ട് അവരിങ്ങനെ ചെയ്തു വെക്കുന്നുണ്ട് ഫ്രണ്ടിൽ തന്നെ. ചുടുകട്ടയാ ചെങ്കിലെന്ന്, ഇത് ചെളി വെച്ചുണ്ടാക്കുന്നത് അങ്ങനത്തെ മോഡലാ. പക്ഷെ പണ്ടുണ്ടായിരുന്നില്ല, മണ്ട് കൊണ്ടുണ്ടാക്കുന്ന ചെങ്കല്ല്. നമ്മള് ഇപ്പോഴത്തെ വീടുകളിലൊക്കെ സ്വിച്ച് നല്ല ഇല്ലേ കാണാന്. ഗൈസ്, നമ്മളിവിടെ ഫുഡിന് വെയിറ്റിംഗ് ആണ്. ഇവരെ മെനു കണ്ടപ്പോൾ എനിക്കൊന്ന് ചെറുതായിട്ട് ചാഞ്ചാട്ടെല്ലാം വരുന്നുണ്ട്. ഇഷ്ടംപോലെ മെനു ഉണ്ട്, നല്ല വെറൈറ്റി പേര്, അതുപോലെ ടേസ്റ്റ് ഉണ്ട്. ഇതൊന്നും മാളും സച്ചിനും കഴിച്ചിന് ഇതിന് മുന്നേ വന്ന് കഴിച്ചപ്പോൾ അവർ പറഞ്ഞു നല്ല ടേസ്റ്റ് ഉണ്ട്. അങ്ങനെ അവരെ നമ്മളിവിടെ കൊണ്ടുവന്നതാണ്. എന്തായാലും ടേസ്റ്റ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് ഞാൻ പറയാം കേട്ടോ. ഇതാണ് നമ്മുടെ കോഴി നിർത്തി പൊരിച്ചത്. കോഴി നിന്നു, ഇതാണ് ഈ പറന്നു പോകുന്നത്. പ്രസൻറ്റേഷൻ വൈസ് സൂപ്പർ. ഫസ്റ്റ് നോട്ടത്തിൽ എനിക്കിഷ്ടമായി. പ്രസൻറ്റേഷൻ സൂപ്പറാണ്. ഇനിയിപ്പോൾ ഇത് കഴിച്ചു നോക്കിയിട്ട് ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് ഞാൻ പറയാം. ഇത് കാണുമ്പോൾ കഴിക്കാനുള്ളൊരു ടെൻഡൻസി കൂടുന്നു. നമ്മുടെ നൂൽ പൊറോട്ട, ഇതിങ്ങനെ ബുമ്പും ബുമ്പും ഇങ്ങനെ കളിക്കുന്നത്. ഇവിടെ നല്ല ചൂട് നൂൽ പൊറോട്ട. ഇതിനെവിടെ അല്ല, എടുത്ത് പുറത്തിട്ട് ഇവൻ സ്റ്റാൻഡേർഡ് ഒക്കെ നിന്നതാണ്. നല്ല നൂൽ പൊറോട്ടയും നമ്മുടെ നിർത്തി പൊരിച്ച കോയിന്. നിർത്തിയ കോയിനെ ഞാൻ കടത്തി കളഞ്ഞിപ്പോ ടേസ്റ്റ് ചെയ്യാം. കോയി സൂപ്പർ. നമ്മൾ പൊറോട്ട നല്ല മൊരിഞ്ഞ പൊറോട്ട, സൂപ്പർ അല്ലേ. ഞാൻ കഴിച്ചതിൽ വെച്ചിട്ട് എനിക്ക് ഇഷ്ടമായി. ഇതുവരെ കഴിച്ച റെസ്റ്റോറൻറ്റിൽ വെച്ച് എനിക്ക് ഇവിടുത്തെ നൂൽ പൊറോട്ടക്ക് 10/10. നാട്ടിലെ ഉമ്മയെല്ലാം ഉണ്ടാക്കുന്ന നെയ്ച്ചോറിൻ്റെ മണം. നമ്മുടെ പള്ളിയിൽ നെയ്ച്ചോറ് കിട്ടില്ലേ, ആണ്ട് നേർച്ചയെല്ലാം ഉണ്ടാവുമ്പം ആ ഒരു സെയിം ടേസ്റ്റ് നെയ്ച്ചോറിന്. പിന്നെ നമ്മൾ ഫുഡൊക്കെ നല്ല വൃത്തിയായി കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ അടുത്ത സംഭവം, അതായത് മാളു നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു സാധനം, അതിനു വേണ്ടി നമ്മൾ പോവാണ്. നമ്മുടെ രേഷ്മ നേരത്തെ പറഞ്ഞ സ്പെഷ്യൽ ഐറ്റം വരുന്നുണ്ട്. നമ്മുടെ സ്പെഷ്യൽ സാധനം ഇത് ഇവിടെ എത്തിയിരിക്കുന്നത്.
ഇത് നമുക്ക് പരിചയപ്പെടുത്തി തന്നത് മാളുവാണ്. അപ്പൊ മാളു തന്നെ പറയണം ഇതെന്താ സാധനം എന്നുള്ളത്. പറയാനല്ലേ ഇല്ല, മൂന്ന് സാധനം മിക്സ് ചെയ്ത് കണ്ടു. ഫ്രൂട്ട്സ് അത് എന്തായിരിക്കും ജസ്റ്റ് ഒന്ന് ഗസ് ചെയ്യും നിങ്ങൾ. ഫ്രൂട്ടാണോ തേങ്ങ. നമ്മൾ ഈ തമാശക്കൊക്കെ പറയത്തില്ലേ, നമുക്ക് ചക്ക മാങ്ങ തേങ്ങ എന്നൊക്കെ പറയത്തില്ലേ, ആ യഥാർത്ഥത്തില് അതിന്റെ വെർഷനാണ് ഈ സാധനം. ചക്ക മാങ്ങ തേങ്ങ ജ്യൂസ്, സ്പെഷ്യൽ സാധനം. അല്ല, ഇത് നമ്മൾ കേൾക്കുമ്പോൾ വിചാരിക്കും എന്തായിരിക്കും, എന്താണ് വിയേർഡ് കോമ്പിനേഷൻ, ബട്ട് കുടിക്കുമ്പോൾ അറിയായിരിക്കും ഇതിന്റെ യഥാർത്ഥ ഒരു ടേസ്റ്റ്. അടിപൊളിയാണ് സാധനം. ഇതില്ലേ കുടിക്കാൻ വേണ്ടി അടുത്ത് വെക്കുമ്പോൾ സ്മെല്ല് വരുന്നത് ചക്കൻ്റെ, പക്ഷെ കുടിക്കുമ്പോൾ വേറൊരു ഫ്ലേവർ, ഒരു ഐസ്ക്രീമിന്റെ ഒരു ഫ്ലേവർ ഉണ്ട്. മാങ്ങ കസ്റ്റേർഡെല്ലാം കൂടി കലക്കിയൊരു ടേസ്റ്റ് ഉണ്ടാവും, അത് കിട്ടുന്നുണ്ട്. പിന്നെ ഒരു ചക്കൻ്റെ ടേസ്റ്റ്, അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു, വയറൊക്കെ ഫുള്ളായി. കാരണം അടിപൊളി ഫുഡാണ്, മസ്റ്റ് ട്രൈ ആയിട്ടുള്ളൊരു സ്പോട്ടാണ് അദാമിൻ്റെ ചായക്കട. അവിടെ വെറൈറ്റീസ് ഓഫ് ഫുഡാണ്. ഞങ്ങളിപ്പോൾ കഴിച്ച 2 ഫുഡ് നിങ്ങൾ കണ്ടില്ലേ, ചക്ക മാങ്ങ തേങ്ങ ജ്യൂസും അതുപോലെ തന്നെ നിർത്തി പൊരിച്ച കോഴിയും, പിന്നെ കുറച്ച് പൊറോട്ട വെള്ളപ്പം അങ്ങനത്തെയൊക്കെയാണ് ഞങ്ങൾ കഴിച്ചത്. നിങ്ങൾക്ക് അവിടെ വേറെ വെറൈറ്റി ആയിട്ടുള്ള പേരുള്ള ഐറ്റംസ് കിട്ടും. ട്രൈ ചെയ്യാൻ പോകുന്നവർ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഞങ്ങളുടെ കൂടെ സച്ചിന് രേഷ്മയുണ്ടായിട്ട് അവർ പോയി, അവരുടെ റൂം ഇതിൻ്റെ അടുത്താണ്. സോ അവരങ്ങ് പോയി, ഞങ്ങളിനി ഞങ്ങളുടെ റൂമിലേക്ക് പോവാണ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എനിക്ക് വ്യൂവേഴ്സ് കൂടുന്നുണ്ട്, പക്ഷേ സബ്സ്ക്രൈബേഴ്സ് കുറവാണ്. നിങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോവല്ലേ. ഓക്കെ, ബൈ.